ഒരു പഴയ നാസി ഓഫീസറെ പിടികൂടി തങ്ങളുടെ രാജ്യത്തെത്തിക്കാൻ ഇസ്രയേലി ചാരസംഘടനയായ മൊസാദ് നടത്തുന്ന അത്യന്തം ദുഷ്കരവും ത്രില്ലടിപ്പിക്കുന്നതുമായ കഥയാണ് ഓപ്പറേഷൻ ഫിനാലെ. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം എടുത്തത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിൽ ഹിറ്റ്ലറിന്റെ വലം കൈയായിരുന്നു അഡോൾഫ് ഐക്മാൻ. അർജന്റീനയിൽ നിന്നും ഇയാളെ കണ്ടെത്തിയ മൊസാദ് ഐക്മാനെ ഇസ്രയേലിൽ തിരികെ കൊണ്ടുവന്ന് വിചാരണ നടത്തുന്നതാണ് പ്രമേയം. നിരവധി ജൂതരെ കൂട്ടക്കൊല ചെയ്തതിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥനായ അഡോൾഫ് ഐക്മാൻ. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അർജന്റീനയിൽ ഐക്മാൻ മറ്റൊരു വ്യാജ പേരിൽ ഒളിവിൽ താമസിക്കുന്ന കാര്യം അറിയുന്നു. മറ്റൊരു രാജ്യത്ത് നിന്ന് അവരറിയാതെ ഒരാളെ കടത്തിക്കൊണ്ടുവരിക എന്നത് അത്യന്തം സാഹസികമായിരുന്നു. ഹൃദയം നിലച്ചു പോകുന്ന അത്രയും പിരിമുറുക്കത്തിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. ഐക്മാനെ കടത്തുന്നതടക്കം നിരവധി രംഗങ്ങൾ ഇമവെട്ടാതെയാണ് കണ്ടുതീർക്കുക. ബെൻ കിങ്സ്ലിയുടെ കിടയറ്റ അഭിനയമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. ഓസ്കാർ ഐസക്കും തന്റെ റോൾ ഭംഗിയാക്കി. ബെൻ കിങ്സ്ലി അഡോൾഫ് ഐക്മാനെ തിരശീലയിൽ ഗംഭീരമാക്കി. മാത്യു ഓർട്ടൺ തിരക്കഥ രചിച്ച സിനിമ സംവിധാനം ചെയ്തത് ക്രിസ് വെയ്റ്റ്സ് ആണ്.